നമസ്കാരം. മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. KPCCയിൽ പുതിയ തർക്കം. പ്രസിഡന്റ് കസേരയ്ക്കായി വടംവലി. പാർട്ടി ഫണ്ട് പിരിവ് കണക്കിൽ തർക്കം രൂക്ഷം. കസേര വിട്ടുകൊടുക്കില്ലെന്ന് ഹസൻ, മേടിക്കുമെന്ന് സുധാകരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പെല്ലാം കഴിഞ്ഞ് 20 സീറ്റിൽ 20 ഇടത്തും വിജയം ഉറപ്പാക്കി ഉറങ്ങാൻ കിടന്ന കോൺഗ്രസ് നേതാക്കൾ പുതിയ തർക്കങ്ങൾക്കായി ഉണർന്നെണീറ്റതായിട്ടാണ് പുതിയതായി പുറത്തു വരുന്ന വാർത്തകൾ. തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ കെ സുധാകരൻ തൻ്റെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം തൽക്കാലത്തേക്ക് UDF കൺവീനറായ MM ഹസന് കൈമാറിയിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കസേര തിരിച്ചു നൽകണം എന്ന ധാരണയിലാണ് പദവി വിട്ടുകൊടുത്തത്. എന്നാൽ യഥാർത്ഥ പ്രസിഡന്റ് കെ സുധാകരൻ ഇപ്പോൾ അണ്ടികളഞ്ഞ അണ്ണാൻ്റെ അവസ്ഥയിലാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കണ്ണൂരിൽ തോൽവിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു പദവിയുമില്ലാത്ത ആളെന്ന ഗതികേടിലേക്ക് സുധാകരൻ മാറും. സുധാകരന് KPCC പ്രസിഡന്റ് പദം തിരികെ വിട്ടു നൽകാൻ ഹസന് ഒട്ടും താല്പര്യമില്ല. പാർട്ടിയിൽ ഏറ്റവും വലിയ കസേര എന്ന നിലയിൽ ആ പദവിയിൽ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങണം എന്ന വാശിയിലാണ് ഹസൻ. സുധാകരന് പ്രസിഡന്റ് സ്ഥാനം തിരികെ കൊടുക്കാതിരിക്കാൻ എല്ലാ അണിയറ നീക്കങ്ങളും ഹസൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. സുധാകരൻ്റെ KPCC പ്രസിഡന്റ് സ്ഥാനം തിരികെ നൽകാതിരിക്കാൻ ഹസൻ കണ്ടുപിടിച്ച മാർഗമാണ് KPCC ഫണ്ട് പിരിവിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന തിരിമറികൾ. സുധാകരൻ പ്രസിഡന്റായ ശേഷം 6 മാസം കഴിഞ്ഞപ്പോഴാണ് കേരള യാത്ര നടത്തി പാർട്ടി ഫണ്ട് പിരിവ് നടത്തിയത്. കോൺഗ്രസ് പാർട്ടിയുടെ 137ാമത് വാർഷികത്തിൻ്റെ ഭാഗമായി ഓരോ പ്രവർത്തകനും 137 രൂപ പാർട്ടിക്ക് നൽകി മെമ്പർഷിപ്പ് പുതുക്കുന്ന സംവിധാനമാണ് നടപ്പിൽ വരുത്തിയത്. ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ പാർട്ടി പ്രവർത്തകർക്ക് 137 രൂപ ഓൺലൈനായി അടയ്ക്കുന്നതിനുള്ള സൗകര്യം അന്ന് ഒരുക്കിയിരുന്നു. പ്രസിഡന്റ് എന്ന നിലയിൽ കാസർഗോഡ് നിന്നും യാത്ര തുടങ്ങി ഫണ്ട് തുക ഏറ്റുവാങ്ങി തിരുവനന്തപുരത്ത് യാത്ര സമാപിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഫണ്ട് കളക്ഷൻ സംബന്ധിച്ച കണക്കുകൾ തയ്യാറെടുക്കുകയോ പാർട്ടി യോഗത്തിൽ അവതരിപ്പിക്കുകയോ സുധാകരൻ ഇതുവരെ ചെയ്തിരുന്നില്ല. പാർട്ടി ഫണ്ട് പിരിവ് നടത്തിയിരുന്ന കാലത്ത് KPCCയുടെ ട്രഷറർ പദവിയിലിരുന്ന ആൾ പലവട്ടം കണക്കുകൾ ലഭ്യമാക്കുന്നതിന് നടപടികൾ എടുത്തെങ്കിലും ഫണ്ട് സംബന്ധിച്ച കണക്കുകൾ KPCCക്ക് കൈമാറാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാർ തയ്യാറായിരുന്നില്ല. മാത്രവുമല്ല, വൻതുക ഫണ്ട് പിരിവിലൂടെ ശേഖരിക്കുകയും അത് പാർട്ടി നേതൃത്വത്തിലേക്ക് കൈമാറാതിരിക്കുകയും ചെയ്തപ്പോൾ വിമർശനം വ്യാപകമായി ഉയർന്നു. പാർട്ടി ജില്ലാ പ്രസിഡന്റുമാർ ഫണ്ട് തുക അടിച്ചുമാറ്റി എന്ന പരാതി വരെ ഉയർന്നിരുന്നു. ഈ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് പാർട്ടിയുടെ ഭാരവാഹി യോഗം ചേർന്നെങ്കിലും യോഗത്തിൽ ജില്ലാ പ്രസിഡന്റുമാർ വെറും മുട്ടായുക്തി നിരത്തുക മാത്രമാണ് ചെയ്തതെന്ന് പരാതി ഉണ്ടായിരുന്നു. യാത്രയ്ക്ക് പിന്നാലെ രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയ്ക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ ഭീമമായ തുക ചെലവഴിച്ചു എന്നും അതാണ് KPCC ഫണ്ട് ഇല്ലാതാകാൻ കാരണമെന്നും ജില്ലാ പ്രസിഡന്റുമാർ വാദിക്കുന്നുണ്ടെങ്കിലും എത്ര ചെലവുണ്ടായാലും അതിന് കണക്ക് പറയാമല്ലോ എന്ന നിലപാട് അന്നത്തെ പാർട്ടി ട്രഷറർ സ്വീകരിച്ചത് പിന്നീട് നടന്ന പല സംഭവങ്ങൾക്കും വാർത്തയായി പുറത്തു വന്നിരുന്നതാണ്. കണക്ക് ചോദിച്ചതിൻ്റെ പേരിൽ പാർട്ടി സംസ്ഥാന ട്രഷററെ ചില നേതാക്കൾ ഭീഷണിപ്പെടുത്തുക വരെ ഉണ്ടായി എന്നും മാനസിക സംഘർഷത്താൽ ട്രഷറർ പിന്നീട് മരണത്തിലേക്ക് എത്തിയെന്നും പരാതി പറഞ്ഞത് മക്കൾ തന്നെയായിരുന്നു. ഏതായാലും ഇപ്പോൾ വീണ്ടും ആ സംഭവങ്ങൾ ചികഞ്ഞെടുത്തുകൊണ്ട് ഹസൻ്റെ നേതൃത്വത്തിൽ ചില നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പാർട്ടി 137 രൂപ ചലഞ്ചിലൂടെ ശേഖരിച്ച തുക സംബന്ധിച്ച കണക്കുകൾ ഭാരവാഹി യോഗത്തിൽ അവതരിപ്പിച്ച ശേഷം KPCC പ്രസിഡന്റ് പദവി സുധാകരന് വിട്ടുകൊടുത്താൽ മതി എന്ന ഒരു തന്ത്രവുമായിട്ടാണ് ഹസൻ്റെ ഒപ്പം നിൽക്കുന്ന നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. പാർട്ടി ഫണ്ട് കളക്ഷന് വേണ്ടി ആവിഷ്കരിച്ച 137 രൂപ ചലഞ്ചിലൂടെ 22 കോടിയിലധികം രൂപ ശേഖരിച്ചതായിട്ടാണ് അന്ന് വന്ന വാർത്തകൾ. ഇതിൽ 2 കോടിയോളം രൂപ യാത്രാ ചെലവിനും പ്രചരണ ചെലവിനും മുടക്കേണ്ടി വന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ ചെലവെല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന 20 കോടിയോളം രൂപ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടി പറയാൻ സുധാകരനോ മറ്റാരെങ്കിലുമോ തയ്യാറായിട്ടുമില്ല. മാത്രവുമല്ല, ഇപ്പോൾ ഈ ഫണ്ട് പിരിവ് സംബന്ധിച്ച കണക്കുകൾ പുതിയ തർക്കത്തിന് വഴിയൊരുക്കിയത് മറ്റൊരു കാരണത്തിൻ്റെ പേരിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ
സാധാരണഗതിയിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ചെലവിനായി KPCC വലിയ തുക നൽകുന്ന പതിവുണ്ട്. 25 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ സ്ഥാനാർത്ഥികളുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് നൽകുന്ന രീതിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മത്സര രംഗത്തുണ്ടായിരുന്ന 16 കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ആർക്കും ഒരു തുകയും KPCC കൊടുത്തില്ല എന്ന വസ്തുതയാണ് ഫണ്ട് സംബന്ധിച്ച പുതിയ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. പാർട്ടിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപ ഏത് വിധത്തിലാണ് ചെലവാക്കിയത് എന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് സഹായം നൽകിയില്ല എന്നതും ചോദ്യമായി ഉയരുന്നുണ്ട്. പതിവ് രീതികളാണെങ്കിൽ പാർട്ടിയുടെ ഡൽഹി നേതൃത്വം സ്ഥാനാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം എത്തിക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിൻ്റെ കേന്ദ്ര കമ്മിറ്റി ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിൻ്റെ പേരിൽ അവിടെ നിന്നും സ്ഥാനാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം ഉണ്ടായില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും പാർട്ടി ഫണ്ടിൻ്റെ വിഷയം ഉയർത്തിക്കൊണ്ട് അതിൽ പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിൽ KPCC പ്രസിഡന്റ് പദവി സുധാകരന് ഉടൻ തിരിച്ചു നൽകേണ്ടതില്ല എന്ന ഒരു തീരുമാനം ഭൂരിഭാഗം നേതാക്കളും അംഗീകരിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള സാങ്കേതിക കാരണങ്ങൾ ഉയർത്തിക്കാട്ടി KPCC പ്രസിഡന്റ് പദവി സ്വന്തമാക്കി മുന്നോട്ട് നീങ്ങാനുള്ള തന്ത്രങ്ങളാണ് ഹസനും അദ്ദേഹത്തിനോടൊപ്പമുള്ള നേതാക്കന്മാരും കൈക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സുധാകരന് KPCC പ്രസിഡന്റ് പദവി തിരിച്ചു നൽകണമെന്നും പാർട്ടിയിൽ പുനഃസംഘടന ഉണ്ടാകുന്നതുവരെ അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കണമെന്നും വാദിച്ചുകൊണ്ട് പഴയ വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ പുതിയ തർക്കങ്ങളും പ്രതിസന്ധികളും രൂപം കൊള്ളുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു കഴിയുമ്പോൾ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല എങ്കിൽ അതിൻ്റെ പേരിലും പാർട്ടിയിൽ ചേരിതിരിവും ഗ്രൂപ്പ് പോരും ശക്തമാകുന്നതിനുള്ള സാധ്യതകളും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നുമില്ല. നന്ദി.